ഒരു വലിയ പ്രശ്നം. വ്യവസായവൽക്കരണത്തിന്റെ കാലത്തിലേക്കും പുതിയ സയൻസിന്റെ വളരെ വലിയ വളർച്ചയിലേക്ക് മാറിയപ്പോൾ ഒരു നഗരവൽക്കരണ സ്വഭാവം വരികയും ചെരുപ്പൊക്കെ ഉഴുന്നുവട പരിവായിട്ടുണ്ട്. 8 മാസമായിട്ടുള്ളൂ. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. വളരെ വലിയൊരു പ്രതിസന്ധിയിലെത്തി. ഈ സമയത്താണ് ലോകത്ത് ഈ കോവിഡ് കാലം വന്നു ചേരുന്നത്. ശടാ, ഇതും തീർന്നു. കലികാലം. അവിടെ നിൽക്കടാ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഇറങ്ങണ അധികം കുരുത്തക്കെട്ട് കാണിച്ച വെക്കേഷൻ തീരാൻ കാത്തു നിൽക്കില്ല. കുടുംബത്ത് കൊണ്ടാക്കും ഞാൻ. ഇറങ്ങണ നീ ഇറങ്ങില്ലേ? നീ ഉച്ചക്കേ വയറ് നിലവിളിക്കുമ്പോ നീ അങ്ങോട്ട് വരില്ലോ. ശരിയാക്കി തരാം ഞാൻ. അങ്ങോട്ട് വാ നീ. ഈ പിള്ളേരോടൊരു കാര്യം. എവിടെ നോക്കി നിക്ക? അയ്യോ കണ്ടില്ല. ഞാനേ നമ്മുടെ മോളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താപ്പോ? കുട്ടികള് വെക്കേഷൻ തീരുന്നവരെ ഇവിടെ നിക്കട്ടെ എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ അവക്ക് സമയമില്ല. ജോലി തിരക്കാന്നും പറഞ്ഞ അവൾ അങ്ങോട്ട് പോയി. ഒന്നുമില്ലേലും കൊറേ നാള് കൂടി വന്നതല്ലേ അവള്. എന്നാലും അച്ഛനും അമ്മയും എങ്ങനെ ഇവിടെ കഴിയണത്? അവർക്ക് എന്തെങ്കിലും വയ്യായ്മയുണ്ടോ? ഒന്നും അറിയണ്ട അവക്ക്. തിരക്കാണ് അത്ര തിരക്ക്. നീ ഇത് വെറുതെ ഓരോന്ന് ആലോചിച്ച് പ്രഷർ കൂട്ടണ്ട. സാരല്ല, തിരക്കാവും. എന്തായാലും നമുക്ക് സഹിക്കുന്നേ. നമുക്കങ്ങനെ പോവാന്നേ. മനുഷ്യ, നിങ്ങളുടെ കുട്ടികളുടെ ഒപ്പം ഇങ്ങനെ കളിച്ചിരിക്കാതെ ദാ അതിനെ ഇങ്ങോട്ട് പിടിച്ചേ. ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അത് ശരി. എന്താ ഈ മനുഷ്യൻ ഇത് എന്താ കാട്ടുന്നത്? പതുക്കെ പോടാ. അതെ, കുട്ടികളെക്കാളും കഷ്ടായില്ലോ നിങ്ങള്. എത്ര കാലായി നമ്മൾ അതിന്റെ പിന്നാലെ നടക്കണ്. അതിനൊന്നും ഇപ്പൊ കിട്ടാൻ പോണില്ല. നിങ്ങൾ പോയി വല്ല മീനോ മറ്റോ പിടിച്ചോണ്ട് വാ. ശരി. മീൻ പിടിക്കാൻ ഞാനും വേട്ടെ? മോള് പോന്നു. ഇപ്പൊ വന്നാ കൊണ്ടുപോവാം. വേണ്ട ഞാനുണ്ട്. അതെ, മോളിങ്ങോട്ട് വന്നേ. അത് അവര് പോയിക്കോളും. രണ്ടാളും കൂടെ അപ്പൂപ്പന്റെ കൂടെ പോയാ അമ്മൂമ്മക്ക് പിന്നെ ആരാ കൂട്ടിനുള്ളത്? മോളിങ്ങോട്ട് വാ. ചെല്ലേ.
അപ്പു ഇങ്ങോട്ട് തന്നെ പോയി കയ്യും കാലും കഴുകു. അയ്യോ ഞാൻ പറഞ്ഞു കൊടുക്കും പറയല്ലേ, ഞാൻ പറഞ്ഞു കൊടുക്കും പറയല്ലേ, എനിക്ക് അടി കിട്ടും. നിനക്ക് 2 അടിയുടെ കുറവുണ്ട് ചേച്ചി, പ്ലീസ്. എന്താ പറഞ്ഞേ? ഞാൻ ചേച്ചിക്ക് എന്ത് വേണേലും ചെയ്യാം. വെൽ ഇൻ ദാറ്റ് കേസ് അത് ഞാൻ ആലോചിക്കട്ടെ. ബട്ട് അനിയ, ഈ റെസ്പെക്ട് എപ്പോഴും ഉണ്ടാകണം. നിനക്കത് കണ്ടൂടെ? എന്തോ ഒന്നുമില്ല ചേച്ചി. നീ ഒന്ന് അവിടെ നിന്നേ. ചേച്ചിക്ക് ഇച്ചിരി കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വാ. എനിക്കൊന്നും പറ്റൂല. അമ്മാമേ, അങ്ങനെ വഴിക്ക് വാ. എന്താടാ പുതിയ കുരുത്തക്കെടൊന്നും ഒപ്പിച്ചില്ലേന്ന്? മോളെ കറിയായി, ഊണ് കഴിക്കാൻ വന്നേ. അപ്പൂപ്പനെ അവനെയും വിളിച്ചാട്ടോ. ആ അമ്മൂമ്മേ. ഈ പനം പട്ട മോലി ഫുഡ് കഴിക്കണേ വാർത്തക്ക. ചിക്കനാ? ഇത് നമ്മുടെ പൂവനാണോടി? അതെ. ഇതെങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ നമ്മള് പിടിച്ചു അല്ലേ മോളെ? ഞാനിവന്റെ പുറകെ കുറെ ഓടിയതാ. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? കണ്ട് പഠിക്കടാ.